പൂൾ ആൻഡ് ബീച്ച് ആക്സസ് ഉള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ നമുക്കത് ഇന്ന് പോയിട്ട് എൻജോയ് ചെയ്യാം. ഐ ലവ് ഫുഡ്. ദാറ്റ്സ് മൈ വീക്ക്നെസ്. Done. We Indians actually love eating with our hand, you know. जाने का मन नहीं कर रहा है. ये डिजाइन के बारे में थोड़ा कमेंट कर लेना. Hello friends, good morning from Dubai. Guess where I am? JBR, one of the awesome places in Dubai. You know the vibes over here. And December morning, weather is awesome. I'm planning to have breakfast over here. അപ്പോൾ എൻ്റെ മലയാളി ഫ്രണ്ട്സ് നമസ്കാരം. എൻ്റെ കൂടെ അപ്പോൾ ഇന്നത്തെ മോർണിംഗ് JBR വരൂ. ഇതെൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ആണ്. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും സബ്സ്ക്രിപ്ഷനും ലൈക്സും കമൻറ്റ്സ് എല്ലാം എനിക്ക് വേണം. ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ദുബായ് लाइफ स्टाइल जर्नर आने. तो दोस्तों, ये मेरा YouTube का पहला वीडियो है. जैसे काजोल ने कुछ कुछ होता है मैं बोला था, वो मेरा पहला प्यार है. तो ये मेरा पहला वीडियो है. आप लोग सब लाइक करें, सपोर्ट करें, सब्सक्राइब करें. My name is Selina. I live in Dubai for over donkey years. In coming days, we will explore Dubai, and whatever is happening, you all are going to be with me. Actually, my areas of interest is fashion, clothing, accessories, and the lifestyle. So friends, ഈ JBR ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് ലക്ഷറി ഹോട്ടൽസ് ഇങ്ങനെ അടുത്തടുത്തായിട്ട് ഇങ്ങനെ ഉണ്ട്. So today my plan is to go for a yummy breakfast in Hilton DoubleTree. ദുബായ് ഹോട്ടൽസിൻ്റെ ഒക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഞങ്ങൾ ബുക്ക് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ പൂൾ ആൻഡ് ബീച്ച് ആക്സസ് ഉള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ നമുക്കത് ഇന്ന് പോയിട്ട് എൻജോയ് ചെയ്യാം. ഓക്കെ. ദുബായിൽ ഡിസംബർ വെതർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അറ്റ് ദറ്റ് ബ്യൂട്ടിഫുൾ അറ്റ് ഇറ്റ്സ് പീക്ക് അല്ലേ. ഇതാ ഹോട്ടലിലെത്തി. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ വാ. ഐ ലവ് വർക്കിംഗ് ഔട്ട്. Working out is a part of my life, but also I love food. That's my weakness. I'm really looking forward to the breakfast what they have in buffet. Done. Thank Let you. me get you the table. Yeah. This is for Poland access actually. So they put a tag. So friends, we are already in the restaurant. ഇത് ഭയങ്കര തിരക്കാണ്. ആക്ച്വലി നമുക്ക് ഔട്ട്സൈഡ് ഇരിക്കാൻ വിചാരിച്ചതാണ്, പക്ഷേ അവിടെ ഔട്ട്സൈഡ് ഡൈനിങ് ഏരിയ ഫുള്ളാണ്. സോ ഇവിടെ ഓക്കെ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ബുഫേ ഏരിയയിലേക്ക് പോവാം. എൻ്റെ ഒരു വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ ബുഫേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വി ഹാവ് ലോട്ട് ഓഫ് ഓപ്ഷൻസ്. സോ നമുക്ക് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം അല്ലേ. Just the beginning. It's my starter now. ഇതൊക്കെ എന്താണെന്ന് എനിക്ക് അറിയ പോലില്ല. മേ ബി പൾസസ്. ഞാൻ എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ഞാൻ ചിലപ്പോൾ എൻ്റെ കൈ കൊണ്ട് കഴിക്കും, ചിലപ്പോൾ ഞാൻ കട്ട്ലറീസ് യൂസ് ചെയ്യും.
We Indians actually love eating with our hand, So, അതിൻ്റെ ടേസ്റ്റ് വേറെ ഒന്നിൻ്റെ കിട്ടില്ല നമുക്ക്. ഞാനൊരു ആക്ച്വലി എഗ്ഗ് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ അവരെനിക്ക് തന്ന ഇതാണ്. ഞാനോട് ചോദിച്ചത് എന്താണെന്ന്. അപ്പോൾ അവർ പറഞ്ഞ സ്മോക്ക് സാമൺ വിത്ത് ബോയിൽഡ് എഗ്. ഇതെൻ്റെ ഫേവറേറ്റ്. ഞാൻ എൻ്റെ വീക്കെൻഡ് ഗെറ്റ്വേസ് ഒക്കെ ആയിട്ട് ഹോട്ടൽസിൽ സ്റ്റേ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ട്രാവലിങ് ചെയ്യുമ്പോൾ ഹോട്ടൽസിൽ ബ്രേക്ക്ഫാസ്റ്റ് മിസ് ചെയ്യരുതെന്ന് ഭയങ്കര നിർബന്ധമുണ്ട് എനിക്ക്. കാരണം എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് ഹോട്ടൽസിൽ. നിങ്ങൾ ആക്ച്വലി ഹോട്ടൽസിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് എന്താണ്? അതെനിക്ക് കമൻറ്റ് ചെയ്യണേ. ജസ്റ്റ് ക്യൂരിയസ്. യൂഷ്വലി ബ്രേക്ക്ഫാസ്റ്റ് എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പ്രിഫർ ചെയ്യുന്നത് ഹോട്ടൽസിലൊക്കെ എന്ന് പറഞ്ഞാൽ, ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ആണ് അവർ സെർവ് ചെയ്യുക. നോക്കിയിട്ടില്ലേ? ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ? നമ്മുടെ ലൈഫിലെ ബിസി സ്കെഡ്യൂൾ കൊണ്ട് ലഞ്ചൊന്നും കഴിക്കാൻ ചിലപ്പോൾ ടൈം കിട്ടാറില്ല. എന്നാലും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാതെ നോക്കാറുണ്ട് ഞാൻ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ബീച്ച് ആൻഡ് പൂൾ ഏരിയ എക്സ്പ്ലോർ ചെയ്യണം. ഇവിടെ JBR മെയിൻലി ടൂറിസ്റ്റിൻ്റെ ഫേവറേറ്റ് സ്പോട്ടാണ് ഇവിടെ, എസ്പെഷ്യലി ബീച്ച്. സോ അതൊന്നും നമുക്ക് കാണാം. അത് കഴിഞ്ഞിട്ട് എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ ഒന്ന് ചെറുതായിട്ടൊരു ഷോപ്പിംഗ് ചെയ്യണം ഈ JBR ഏരിയയിൽ. വാട്ട് ഈസ് ട്രെൻഡി? ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. നമ്മൾ ലേഡീസിൻ്റെ ഒരു വീക്ക്നെസ് ആണല്ലോ ഷോപ്പിംഗ്. For me, yeah, clothes, accessories, bags. I'm not very brand conscious person. എനിക്ക് ഇഷ്ടമുള്ള നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഞാൻ പിക്ക് ചെയ്യും. നിങ്ങളുടെ ഷോപ്പിങ്ങിൽ എന്താ പ്രിഫറൻസ്? നിങ്ങൾ ബ്രാൻഡ് കോൺഷ്യസ് ആണോ? നിങ്ങളൊരു പ്രത്യേക ബ്രാൻഡ്സിലൊക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണോ? അതെല്ലാം നോൺ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളാണോ? അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. എനിക്കൊന്ന് അറിയണമെന്നുണ്ട്. ശരിക്കും നോക്കുമ്പോൾ ആക്ച്വലി ദുബായ് ഫോക്കസ് ചെയ്യുന്നത് ഹൈ എൻഡ് ടൂറിസം ആണ്. ഓക്കെ, 800ഓളം ഹോട്ടൽസ്, മേ ബി മോർ ദാൻ 800 ലക്ഷറി ഹോട്ടൽസ് ഉണ്ട് ഇവിടെ. റൂം ബുക്ക് ചെയ്യാൻ എസ്പെഷ്യലി ഓൺ വിന്റർ സീസൺ. ആൻഡ് forget about റൂം ബുക്കിംഗ് റിസർവേഷൻ. നമ്മളിപ്പോൾ ഇവിടുത്തെ ഓരോ റെസ്റ്റോറൻറ്റ്സിൽ വന്നാൽ പോലുള്ള ഇവിടുത്തെ തിരക്ക് കാണുമ്പോൾ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്ന ഈ ദുബായിൽ ഒരു സിംപ്ലി എ ഹാപ്പനിങ് പ്ലേസ്. നമ്മൾ ഏതൊരു റെസ്റ്റോറൻറ്റിലും വന്നാൽ യു ഗെറ്റ് ടു സീ മൾട്ടി കൾച്ചറൽ പീപ്പിൾ ഓവർ ഹിയർ. എന്നാൽ ആക്ച്വലി വേറൊരു കാര്യം പറയാനുണ്ട് എനിക്ക്. ഐ ഹാവ് മൈ ഓൺ ക്ലോത്തിങ് ലൈൻ കമ്മിങ് അപ്പ് വിത്ത് ജ്വല്ലറീസ്. സോ ഐ എം ഷുവർ ദാറ്റ് യു ഓൾ ആർ ഗോണ ലൈക്ക് ഇറ്റ്. Soon I'm going to launch it. I hope you all are going to give me full support. നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് വീഡിയോസിൽ അതിനെ പറ്റിയുള്ള അപ്ഡേറ്റ്സ് ഒക്കെ ഞാൻ പറയാം കേട്ടോ, ഷെയർ ചെയ്യാം നിങ്ങൾക്ക്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഐ എം ഫുൾ. നമുക്കിപ്പോൾ ഇനി ബീച്ച് ആൻഡ് പൂൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാം കേട്ടോ. വാ. Interesting, huh? This is a Christmas vibe actually. Look at the ambience.
I don't feel like leaving. जाने का मन नहीं कर रहा है. आप लोग सब ज़रूर आना यहाँ. നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഒരുപാട് ടെൻഷൻസ് ഉണ്ട്. വർക്ക് ടെൻഷൻ, ഫാമിലി ടെൻഷൻ, കിഡ്സ് ടെൻഷൻസ്. അങ്ങനെ നോക്കുമ്പോൾ അല്ലേ നമ്മൾ അതെല്ലാം ആ ടെൻഷനൊക്കെ മൗണ്ട് ചെയ്തിട്ട് നമ്മൾ വീട്ടിൽ ഇരുന്ന് കൂടുതൽ നമ്മൾ സ്ട്രെസ് ആവുന്നതിലും നമ്മൾ പുറത്തിറങ്ങിയിട്ട് നമ്മൾ നേച്ചർ എൻജോയ് ചെയ്യുക. പിന്നെ ദുബായിൽ എന്ന് പറഞ്ഞാൽ മാൻമെയ്ഡ് നേച്ചർ എന്ന് പറയാം അല്ലേ നമുക്ക്. ദുബായിൽ ദേ ഹാവ് മെയ്ഡ് എവ്രിതിങ് പോസിബിൾ. വാട്ട് നേച്ചർ ക്യാൻ ഓഫർ, ദേ ഹാവ് എവ്രിതിങ്. വി ഹാവ് എവ്രിതിങ് ഹിയർ. സോ ഇവിടെ വന്നാൽ എസ്പെഷ്യലി ഈ ഒരു ഡിസംബർ വെതറിലൊക്കെ നമ്മൾ ഫുൾ യൂട്ടിലൈസ് ചെയ്യണം. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ എൻ്റെ കൂടെ നിങ്ങളും വരും. നിങ്ങളുടെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിലും പറയൂ. നിങ്ങൾക്ക് ഇവിടെ എന്തൊക്കെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്തിട്ട് പറയണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ജുമേറ ബീച്ചിലെത്തിയിരിക്കുന്നു. പൊളി വൈബാണ് ഇവിടെ. ഫീൽ സോ ഗുഡ്, എസ്പെഷ്യലി ബിക്കോസ് ഓഫ് ദി വെദർ. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ് ദിസ് ഇസ് ഡിസംബർ വെദർ. ദുബായിയുടെ ബെസ്റ്റ് വെദറാണിത്, ദുബായിലെ വിൻ്റർ. സോ എല്ലാവരും എൻജോയ് ചെയ്യൂ. ബീച്ച് എന്ന് പറയുന്ന എല്ലാവർക്കും ഒരു ഇഷ്ടമുള്ളൊരു നേച്ചറിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് പാർട്ട് ഇസ് ബീച്ചസ്, റൈറ്റ്? എല്ലാവർക്കും അവരുടെ സ്ട്രെസ്സും ടെൻഷൻസും ഒക്കെ കുറഞ്ഞ് ചില്ല് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ബീച്ച്. സോ JBR ബീച്ചാണ്. സോ ഇവിടെ നിങ്ങൾക്ക് ആ നമ്മുടെ വ്യൂ കണ്ടാൽ തന്നെ അറിയാം, നല്ല ഡീസൻറ്റ് ക്രൗഡാണ്, സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. പോവാൻ ടൈമായില്ലേ? തിരിച്ചു പോകാൻ തോന്നുന്നില്ല. दोस्तों यहाँ से जाने का मन नहीं करता है, लेकिन जाना तो पड़ेगा. बाकी भी देखना है ना. चले. Don't forget to subscribe my channel, like and comment. That's very important for me for my next videos. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇല്ലാതെ എനിക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റൂല. സോ come with me. ഈ കഫ്താൻ എങ്ങനെയുണ്ട്? എൻ്റെ ഡിज़ाइन है ये, मेरा खुद का डिज़ाइन है, मेरा खुद का क्लोथिंग ब्रांड आ रहा है. तो ये कफ्तान के बारे में बताएगा तो ये सब ओकेशन में पहन सकता है. You can wear it for parties, you can wear as beach wears. We have range of kaftan designs. So I'm going to slowly introduce all of this to you. So सब लोग ये डिज़ाइन के बारे में थोड़ा कमेंट कर लेना. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് എന്നെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ എപ്പിസോഡ് നമ്മൾ ഇന്നത്തേക്ക് നിർത്താം. ബാക്കിയെല്ലാം നമുക്ക് നെക്സ്റ്റ് കമ്മിങ് എപ്പിസോഡ്സിൽ നമുക്ക് കവർ ചെയ്യാനുണ്ട്. എൻ്റെ ക്ലോത്തിങ് ബ്രാൻഡ്സ്,
ആക്സസറീസ്, എല്ലാ കാര്യങ്ങളെ പറ്റിയും നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ആൻഡ് ടേക്ക് കെയർ.